Prime Minister, in the year to June 2023, net migration was the same amount as it was in the 3 years of freedom of movement up to the Brexit referendum vote. People feel incredibly let down by their politicians. You say you want to bring it down. What does that mean? Will you bring it down to levels of the low 100,000s that we saw in 2019 or 2013, 14, 15? Or can you also not do that because of your need for economic growth? Thank you. യുകെയിലേക്കുള്ള ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ ഏകദേശം ഒരു സ്റ്റോപ്പായ അവസ്ഥയിൽ കൂടിയാണ് യുകെ ഇപ്പോഴും കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാരാണ് യുകെയിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. IT മേഖലയിലാണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഹെൽത്ത് സെക്ടറുകളിലേക്കാണെങ്കിലും യുകെയിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇന്നലെ ഇവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ കണക്കുകൾ പ്രകാരം യുകെയിൽ ഏകദേശം ഒരു 8,30,000-ഓളം വേക്കൻസികൾ ടോട്ടലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 8.6 മില്യൺ ആൾക്കാർ സാമ്പത്തികമായിട്ട് നിഷ്ക്രിയരായിട്ട് യുകെയിലുണ്ട് എന്നുള്ള കണക്കുകളാണ് ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ടോറി ഗവൺമെന്റിന്റെ സമയത്ത് 2023 ജൂൺ വരെയുള്ള ആ ഒരു സമയത്ത് യുകെയിലേക്ക് 7,40,50,000-ഓളം ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകളായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ വസതിയിൽ നമ്പർ 10 അദ്ദേഹം ഒരു ക്വിക്കായിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ കണക്കുകൾക്ക് എല്ലാം മുകളിലെയാണ് കഴിഞ്ഞ 2023 ജൂൺ മാസം വരെ വന്ന നെറ്റ് എമിഗ്രേഷനാണ്. നേരത്തെ നമ്മൾ കേട്ടത് 7,40,50,000 ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴെ പുറത്തു വന്നപ്പോൾ ഏകദേശം 9,06,000-ഓളം ആൾക്കാരാണ് ജൂൺ 2023 വരെ യുകെയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ഒരു നെറ്റ് എമിഗ്രേഷൻ്റെ കണക്കുകൾ എന്നാണ്. Good afternoon. The Independent Office of National Statistics has conducted vital work on the state of immigration and found the previous government were running an open borders experiment. The headline is that net migration, that's the number of people entering the country minus those leaving, has come down by a fifth since last year, falling to around 730,000. But we also learned today that the level of net migration last year was actually much higher than we first thought. The revised figures showing it was actually more than 900,000, nearly a quarter of a million more than their initial estimate. And they've done the same for 2022, 100,000 more than their first estimate. So that means across the 2 previous years combined, the Office for National Statistics was underestimating net migration by 360,000. ഈ വർഷം 2024 ജൂൺ വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോഴും യുകെ വിടുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 20% ഇപ്പോഴേ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 7,28,000 2024 ജൂൺ വരെയുള്ള നെറ്റ് എമിഗ്രേഷൻ കണക്കുകൾ എന്ന് പറയുന്നത്. 2023 ഡിസംബർ മാസത്തിലെ കണക്കുകളിലും ഇപ്പോഴും വലിയ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. 2023 ഡിസംബറിലെ നെറ്റ് എമിഗ്രേഷന് ഒരു വലിയ ഒരു വ്യത്യാസമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇത് ആദ്യം 6,80,000 ആണെന്നാണ് പുറത്തു വന്ന കണക്കുകൾ പ്രകാരം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴ് അത് 8,66,000 അതിൻ്റെ യഥാർത്ഥ കണക്കുകളെന്നാണ്. ഏകദേശം ഒരു 1,81,000 ആൾക്കാരുടെ വർധനവാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ, സിംബാബ്വെ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യുകെയിലേക്ക് എത്തിയിരിക്കുന്നത്. 2023 ജൂൺ വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം 9,06,000 ആൾക്കാർ യുകെയിൽ എത്തിയപ്പോൾ അതിൽ 2,68,000 ആൾക്കാരും എത്തിയത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇതിൽ തന്നെ ഏകദേശം 1,16,000-ഓളം ആൾക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് യുകെയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ 1,27,000-ഓളം ആൾക്കാർ വന്ന സ്റ്റുഡൻറ്റ് വിസയിൽ. അതുകൊണ്ട് തന്നെ ലേബർ ഗവൺമെൻറ് ഈ ഒരു 2025 ന്യൂ ഇയറിൽ ജനുവരിയിൽ തന്നെ പുതിയൊരു ധവളപത്രം, ഒരു വൈറ്റ് പേപ്പർ പുറത്ത് ഇറക്കാനായിട്ട് പോന്നു. അതിൽ അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IT എഞ്ചിനീയറിംഗ് മേഖലകളിൽ വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്താനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും IT ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലും ആൾക്കാരെ കൊണ്ടുവരുന്ന ആ ഒരു പരിപാടി നിർത്താൻ
നിർത്താനായിട്ട് പോകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോഴേ UK അരങ്ങേറുന്നത്. നേരത്തെ തന്നെ IT മേഖലകളിലൊക്കെ എഞ്ചിനീയേഴ്സിനെ കൊണ്ടിരുന്നത് ഇപ്പോഴ് ഭാഗികമായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെതിരെ ഇവിടുത്തെ എംപ്ലോയേഴ്സ് വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം UK ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ലേബർ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇപ്പോഴ് ഒരു ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഭരണത്തിനെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ UK ഉടലെടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 മില്യണോട് അടുത്ത ആൾക്കാരാണ് പുതിയ UK ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ആ ഒരു പെറ്റീഷനിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തലങ്ങളിലെ നാഷണൽ ഇൻഷുറൻസും അതുപോലെ തന്നെ ടാക്സും ഫാമേഴ്സിന് എതിരെയുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു 4 മാസം കൊണ്ട് തന്നെ ലേബർ ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർലമെൻറ്റിൽ അടുത്ത ചർച്ച നടത്താനായിട്ട് പോവുകയാണ്. ഈ വർഷം മാത്രം UK ചെറു ബോട്ടുകളിൽ ഈ ഒരു അഭയാർത്ഥികളായിട്ട് അസൈലം സീക്കേഴ്സായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം റെക്കോർഡിലേക്ക് കടന്നിരിക്കുന്നത്. ഏകദേശം 30,000-ഓളം ആൾക്കാരാണ് UK ഇതുവരെ ഈ വർഷം അഭയാർത്ഥികളായിട്ട് എത്തിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഹോം ഓഫീസ് ചെലവഴിച്ച തുക എന്ന് പറയുന്നത് 5.38 ബില്യൺ പൗണ്ടാണ്. എന്തായാലും UK നെറ്റ് എമിഗ്രേഷനിൽ ഇപ്പോഴേ ഇടിവ് വന്നിരിക്കുന്നു. ഈ ഒരു 2024 ജൂൺ മാസം വരെ ഏകദേശം 7,28,000 ആൾക്കാർ മാത്രമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഹെൽത്ത് കെയർ സെക്ടറുകളിൽ ആൾക്കാർ വരുന്നതിനോട് ഗവൺമെൻറ്റിന് യാതൊരു വിയോജിപ്പുമില്ല. കാരണം UK NHS ഹോസ്പിറ്റലുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേഴ്സസിൻ്റെ വലിയൊരു കുറവാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻജിനീയേഴ്സിനെയും IT ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ആൾക്കാരൊക്കെ UK വരുന്നതിനെ ഗവൺമെൻറ് നിരുത്സാഹപ്പെടുത്തുമ്പോഴും UK NHS ഹോസ്പിറ്റലുകളിലേക്ക് വരുന്ന നേഴ്സസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത് കാര്യം. അതായത് UK NHS ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും നേഴ്സസിൻ്റെ വേക്കൻസികൾ ആയിരക്കണക്കിനുണ്ട്. അങ്ങനെയുള്ള NHS ഹോസ്പിറ്റലുകളിലേക്ക് നേഴ്സസിനെ കൊണ്ടുവരാനായിട്ട് അവർ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഏകദേശം ഒരു 8 മില്യണോളമാണ് ഇവിടുത്തെ NHS അപ്പോയിൻമെൻറ്റ് ബാക്ക്ലോഗ് ഉള്ളത്. ഏകദേശം 40,000-ഓളം പെർ വീക്കിൽ ലേബർ ഗവൺമെൻറ് അത് കൂട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വന്നു കഴിയുമ്പോൾ UK NHS ഹോസ്പിറ്റലുകളിൽ നേഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും വലിയ വേക്കൻസികൾ വരും. ആ ഒരു സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ഏകദേശം ആഴ്ചയിൽ 40,000-ഓളം എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ ധാരാളം GPമാരുടെ ആവശ്യങ്ങൾ വരും. അതുപോലെ തന്നെ NHS ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും ധാരാളം വേക്കൻസികളാണ് ഇപ്പോൾ തന്നെ UK ഉള്ളത്. അത് അവർക്ക് എന്തായാലും ഫില്ല് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും UK വരാനിരിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഹെൽത്ത് കെയർ സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന, അതായത് നേഴ്സസോ ഡോക്ടേഴ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ആയിരക്കണക്കിനൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ നേഴ്സസിൻ്റെ വേക്കൻസികളും റിക്രൂട്ട്മെൻറ്റുകളും നടക്കത്തില്ല എന്നുണ്ടെങ്കിലും ഏതൊക്കെ NHS ഹോസ്പിറ്റലുകളിൽ എത്ര നേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ വേക്കൻസികളുണ്ടോ അതിനനുസരിച്ച് ആ NHS ഹോസ്പിറ്റലുകൾ അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് UK നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറൊക്കെ ആയിട്ട് വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ വരും സമയങ്ങളിലും നിങ്ങൾക്ക് UK വരാനായിട്ട് സാധിക്കും. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.